നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു പുസ്തകത്തിന്റെ അത്ഭുതകരവും ജീവിതം മാറ്റിമറിക്കുന്നതുമായ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ ശരിക്കും എന്തിന്റെ പിന്നാലെയാണ് ഓടേണ്ടതെന്നും എന്താണ് നമ്മളിലേക്ക് വരാൻ അനുവദിക്കേണ്ടതെന്നും ലക്ഷക്കണക്കിന് ആളുകളെ ചിന്തിപ്പിച്ച ഒരു പുസ്തകമാണിത്. ഈ പുസ്തകമാണ് ഡോണ്ട് ചേസ് ഓൺലി അട്രാക്ട്, അതായത് പിന്നാലെ പായരുത്, ആകർഷിക്കുക മാത്രം ചെയ്യുക. ജസ്റ്റിസ് ഒ മാൽക്കമാണ് ഇതെഴുതിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും? നിങ്ങൾ ഒരു കാര്യത്തിന് പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ ആ കാര്യം നിങ്ങളിൽ നിന്ന് അത്രത്തോളം അകന്നുപോകുന്നു. അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ സ്നേഹമാകാം, ഒരു ജോലിയാകാം, ഒരു സ്വപ്നമാകാം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാകാം. നമ്മൾ രാപ്പകൽ ഓടുന്നു, ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ കാര്യം കൈയിലെ മണൽത്തരി പോലെ ചോർന്നുപോകുന്നു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരുന്നു: എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്കതിനുള്ള യോഗ്യതയില്ലേ? ഞാൻ അതിന് അർഹാനല്ലേ? എന്നാൽ ഈ പുസ്തകത്തിലെ യഥാർത്ഥ രഹസ്യമിതാണ്: നമ്മൾ ഓടാൻ പാടില്ല. കാരണം നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ്, അഥവാ കുറവിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഇല്ലായ്മയിൽ ശ്രദ്ധിച്ചാൽ ആ ഇല്ലായ്മ വീണ്ടും വർദ്ധിക്കുകയേയുള്ളൂ. നമ്മൾ നമ്മുടെ ചിന്തകളെയും ഊർജ്ജത്തെയും ഉള്ളിലെ തരംഗങ്ങളെയും വളരെ ഉയരത്തിലെത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ജാലവിദ്യ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ താനേ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ ഒരു കാന്തമാണെന്ന് സങ്കൽപ്പിക്കുക. കാന്തം ദുർബലമാണെങ്കിൽ ഇരുമ്പടുത്ത് വന്നാൽ പോലും ഒട്ടിപ്പിടിക്കില്ല. എന്നാൽ കാന്തം ശക്തമാണെങ്കിൽ ദൂരെയിരിക്കുന്ന ഇരുമ്പ് പോലും ഇങ്ങോട്ട് പാഞ്ഞുവരും. മനുഷ്യന്റെ ജീവിതവും ഇതുപോലെയാണ്. നിങ്ങളൊരു കാന്തമായി മാറണം, അല്ലാതെ ഓടുന്ന ഒരാളാകരുത്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരുന്നു: ഈ ആകർഷണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു ആത്മീയ ശക്തിയാണോ? അതോ വെറും മനഃശാസ്ത്രമാണോ? അതോ ഇത് പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത നിയമമാണോ? ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത് ഇതെല്ലാം ചേർന്നതും അതിനുമപ്പുറമുള്ളതുമാണെന്നാണ്. ഈ കഥ ആരംഭിക്കുന്നത് ജീവിതം മുഴുവൻ ഓടിത്തളർന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. അയാളുടെ കയ്യിൽ ബിരുദങ്ങളുണ്ടായിരുന്നു, കഠിനാധ്വാനമുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓരോ തവണ ലക്ഷ്യത്തിനു പിന്നാലെ ഓടുമ്പോഴും മരുഭൂമിയിലെ കാനൽജലം പോലെ ലക്ഷ്യം അയാളിൽ നിന്ന് 2 അടി കൂടി അകലേക്ക് പോകുമായിരുന്നു. തന്റെ വിധി മോശമാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അയാൾ ഈ പുസ്തകമെടുത്തത്. ജീവിതത്തിൽ കാര്യങ്ങൾ നേടാനുള്ള യഥാർത്ഥ വഴി ഓടുന്നതിലല്ല, മറിച്ച് ആകർഷിക്കുന്നതിലാണെന്ന് അയാൾ ആദ്യമായി മനസ്സിലാക്കി. അവിടെ നിന്നൊരു പുതിയ യാത്ര ആരംഭിക്കുന്നു. പ്രപഞ്ചം തനിക്ക് എതിരല്ലെന്നും മറിച്ച് താൻ ഉള്ളിന്റെ ഉള്ളിൽ എന്തിനാണോ തയ്യാറായിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് പ്രപഞ്ചം തന്റെ അടുത്തേക്ക് അയക്കുന്നതെന്നും മനുഷ്യൻ തിരിച്ചറിയുന്ന യാത്രയാണിത്. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു കാര്യം നേടാൻ വേണ്ടി അമിതമായി ആകുലപ്പെടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതില്ല എന്നതിലായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പണം വേണമെന്ന് കരുതുക. എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ വലിയ പണക്കാരനായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നു. ഈ ചിന്ത പുറമേ നോക്കുമ്പോൾ ശ്രമിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇത് പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ്: എന്റെ കയ്യിൽ പണമില്ല. ഈ ഇല്ലായ്മ തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഇനി നേരെ തിരിച്ചു ചിന്തിക്കൂ. നിങ്ങൾ സമ്പന്നനാണെന്ന് വിശ്വസിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് അനുഭവിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങൾ മാറും. ഇപ്പോൾ പ്രപഞ്ചത്തിന് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: ഇയാൾ സമ്പന്നനാണ്, ഇയാളുടെ ചിന്തകൾ സമൃദ്ധമാണ്. പതിയെ പതിയെ ആ സമ്പത്ത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. ഈ പുസ്തകത്തിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ രഹസ്യമിതാണ്: നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഓടുന്നതുകൊണ്ട് കാര്യമില്ല. ആകർഷണത്തിന്റെ കല നിങ്ങൾ പഠിച്ചാൽ കാര്യങ്ങൾ താനെ നിങ്ങളെ തേടി ഓടിവരും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം: ഇത് ശരിക്കും നടക്കുമോ? ഇത് വെറുമൊരു സങ്കല്പമാണോ? അതോ ജീവിതം ശരിക്കും ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ജസ്റ്റിസ് ഒ മാൽക്കം ഇവിടെ നമ്മെ സാവധാനം മനസ്സിലാക്കി തരുന്നു: ഇതൊരു മന്ത്രവാദമല്ല, പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്ന അതേ നിയമമാണിത്. ഉദാഹരണത്തിന്, ഗുരുത്വാകർഷണ നിയമം പോലെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗുരുത്വാകർഷണം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് എന്തെങ്കിലും താഴേക്കിട്ടാൽ അത് തറയിൽ തന്നെ വീഴും. അതുപോലെ ആകർഷണ നിയമവും എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേയൊരു വ്യത്യാസം, നമുക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല എന്നതാണ്. നമ്മളിലെ ഈ ഓട്ടത്തിന്റെ ശീലം എവിടെ നിന്നാണ് വരുന്നതെന്ന് പുസ്തകം നമ്മോട് പറയുന്നു. കുട്ടിക്കാലം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ ഫലം കിട്ടും, കഷ്ടപ്പെട്ടാലേ ജയിക്കൂ, ഓടിക്കൊണ്ടിരുന്നാലേ ലക്ഷ്യത്തിലെത്തൂ എന്നാണ്. നമ്മൾ എത്ര വേഗത്തിൽ ഓടുന്നോ അത്ര വേഗത്തിൽ ലക്ഷ്യം നേടുമെന്ന് നമ്മളും വിശ്വസിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ പലപ്പോഴും അമിതമായി ഓടുമ്പോൾ ലക്ഷ്യം നമ്മളിൽ നിന്ന് കൂടുതൽ അകലുകയാണ് ചെയ്യുന്നത്. കാരണം ഓട്ടത്തിനിടയിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ശൂന്യരായി പോകുന്നു. നമ്മുടെ ഊർജ്ജം കുറയുന്നു. ഊർജ്ജം കുറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് തിരികെ തരുന്നതും അതേ തളർച്ചയാണ്. നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെന്ന് സങ്കൽപ്പിക്കുക. മറ്റേയാൾ എന്നെ ഉപേക്ഷിക്കുമോ, എന്നെ സ്നേഹിക്കില്ലേ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനായി അവരുടെ പിന്നാലെ ഓടും.
നിങ്ങൾ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസവും ആത്മാഭിമാനവും നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ആത്മവിശ്വാസം മറ്റേയാളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. സുഹൃത്തുക്കളെ, ഇതാണ് ഈ പുസ്തകത്തിലെ ആദ്യത്തെ വലിയ പാഠം. ഒന്നിന്റെയും പിന്നാലെ പായരുത്. ആ കാര്യങ്ങൾ നിങ്ങളെ തേടിവരാൻ പാകത്തിന് നിങ്ങൾ ശക്തരാവുക. ഈ ശക്തി പുറത്തുനിന്നല്ല വരുന്നത്, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ രഹസ്യം ഇനിയും വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. ആകർഷണം എന്നത് വെറും ചിന്ത മാത്രമല്ലെന്നും, മറിച്ച് നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഊർജ്ജം എന്നിവയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും ജസ്റ്റിസ് ഒ മാൽക്കം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. അവിടെയാണ് ആകർഷണത്തിന്റെ ശക്തി യഥാർത്ഥത്തിൽ ഫലം കാണിക്കുന്നത്. ഓട്ടം പലപ്പോഴും നമ്മെ ശൂന്യതയിലേക്കും ആകർഷണം നമ്മെ സമൃദ്ധിയിലേക്കും നയിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ഈ ആകർഷണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വെറുതെ ചിന്തിച്ചാൽ മാത്രം കാര്യങ്ങൾ കിട്ടുമോ? കണ്ണടച്ച് സങ്കൽപ്പിച്ചാൽ മാത്രം ജീവിതം മാറുമോ? അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാവരും കോടീശ്വരന്മാരാകുമായിരുന്നു. എല്ലാവരുടെയും ബന്ധങ്ങൾ മികച്ചതാകുമായിരുന്നു. ആരും ദുഃഖിക്കില്ലായിരുന്നു. എന്നാൽ സത്യമിതാണ്, ആകർഷണ നിയമം വെറും ചിന്ത കൊണ്ടല്ല, മറിച്ച് ചിന്തയും വികാരവും ഊർജ്ജവും ചേരുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു റേഡിയോ ആണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റേഷനിലെ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി അതേ ചാനലിലേക്ക് ട്യൂൺ ചെയ്യണം. ചാനൽ 101.5 ആണെങ്കിൽ നിങ്ങൾ 93-ലാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ചാനൽ കിട്ടില്ല. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ അതേ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യണം. ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം പുറത്തുവരുന്നത്. നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ഫ്രീക്വൻസി. നിങ്ങൾക്ക് പണം വേണമെന്ന് കരുതുക. പണം വേണമെന്ന് നിങ്ങൾ രാപ്പകൽ ചിന്തിക്കുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയവും ആശങ്കയും ഇല്ലായ്മയുമാണ് അനുഭവപ്പെടുന്നതെങ്കിലോ? ഈ വികാരം ഏത് ഫ്രീക്വൻസിയിലാണ്? ഇത് ഇല്ലായ്മയുടെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ പ്രപഞ്ചം ആ ഇല്ലായ്മയുടെ ഊർജ്ജം തന്നെ നിങ്ങൾക്ക് തിരികെ തരും. ഇനി പണത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നന്ദി അനുഭവിക്കുന്നുണ്ടെങ്കിലോ? എനിക്കെല്ലാമുണ്ട്, ഞാൻ സമൃദ്ധമാണ് എന്ന വികാരം ഉള്ളിലുണ്ടാക്കിയാൽ നിങ്ങളുടെ ഫ്രീക്വൻസി മാറും. ഇയാൾ നേരത്തെ തന്നെ സമ്പന്നനാണ് എന്ന സന്ദേശം പ്രപഞ്ചത്തിന് ലഭിക്കും. സാവധാനം അത് യാഥാർത്ഥ്യമായി നിങ്ങളുടെ മുന്നിൽ വരും. ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത്, പലരും ആകർഷണ നിയമം പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഫലം കിട്ടാത്തത് ഇതുകൊണ്ടാണ്. അവർ ചിന്തകൾ മാത്രമേ മാറ്റുന്നുള്ളൂ, വികാരങ്ങൾ മാറ്റുന്നില്ല. എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് അവർ മനസ്സിൽ പറയും, പക്ഷേ ബാങ്ക് അക്കൗണ്ട് കാലിയാണല്ലോ എന്നോർത്ത് ഉള്ളിൽ ഭയന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചിന്തയും വികാരവും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ ജാലവിദ്യ നടക്കുന്നത്. ഞാൻ വിജയിച്ചു എന്ന് നിങ്ങളുടെ ചിന്തകൾ പറയുമ്പോൾ അതേ വിജയം നിങ്ങളുടെ വികാരങ്ങളും അനുഭവിച്ചറിയണം. ആ നിമിഷത്തിലാണ് നിങ്ങളുടെ ഊർജ്ജം പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ചേരുന്നത്. സുഹൃത്തുക്കളെ, ചെറിയൊരു കഥ കേൾക്കൂ. അർജുൻ എന്നൊരാളുണ്ടായിരുന്നു. തന്റെ ബിസിനസ് വലുതാകണമെന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ബിസിനസ് വലുതായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ഇടപാടുകാരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ദിവസവും ചിന്തിക്കും. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. ബിസിനസ് അവിടെ തന്നെ നിന്നു. ഒരു ദിവസം അയാൾ ഒരു ഗുരുവിനെ കണ്ടുമുട്ടി. ഗുരു ചോദിച്ചു, നിന്റെ ബിസിനസ് എന്തുകൊണ്ടാണ് വളരാത്തത്? അർജുൻ പറഞ്ഞു, ഗുരു, ഞാൻ രാപ്പകൽ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നു, കഷ്ടപ്പെടുന്നു, ശ്രമിക്കുന്നു. പക്ഷേ പ്രപഞ്ചം എന്നെ കേൾക്കാത്തതുപോലെ തോന്നുന്നു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചം നിന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ നീ പറയുന്നതും നീ അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. ബിസിനസ് വലുതാകുമെന്ന് നീ ചിന്തിക്കുന്നു, പക്ഷേ ബിസിനസ് ചെറുതാണെന്നാണ് നീ അനുഭവിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. നിന്റെ ചിന്തയും വികാരവും തമ്മിൽ അകലമുണ്ട്. തന്റെ ചിന്തകൾ മുന്നോട്ടു നോക്കുമ്പോൾ വികാരങ്ങൾ പിന്നിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അർജുൻ ആദ്യമായി മനസ്സിലാക്കി. അങ്ങനെ അവൻ തന്റെ ഉള്ളിൽ സമൃദ്ധിയുടെ വികാരം ഉണർത്താൻ തുടങ്ങി. അതായത് തന്റെ ചെറിയ ബിസിനസിനെ നന്ദിയോടെ സ്വീകരിച്ചു. ഓരോ ഇടപാടുകാരനെയും വിലപ്പെട്ടതായി കണ്ടു. അപ്പോഴാണ് സാവധാനം അവന്റെ ബിസിനസ് വളരാൻ തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഈ കഥയുടെ സന്ദേശം ഇതാണ്: ആകർഷണം ആഗ്രഹത്തിൽ നിന്നല്ല, ആ ആഗ്രഹം അനുഭവിച്ചറിയുന്നതിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മറ്റൊരു വലിയ ചോദ്യം വരുന്നു. എല്ലാം നമ്മുടെ ഊർജ്ജത്തെയും വികാരങ്ങളെയും ആശ്രയിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണോ? എല്ലാ ദുഃഖവും കഷ്ടപ്പാടും നമ്മൾ തന്നെ ആകർഷിച്ചതാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നു, അതെ എന്നും അല്ല എന്നും പറയാം. അതെ എന്ന് പറയാൻ കാരണം പ്രപഞ്ചം എപ്പോഴും നമ്മുടെ ഊർജ്ജത്തിനാണ് മറുപടി നൽകുന്നത്. അല്ല എന്ന് പറയാൻ കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഊർജ്ജം പുറത്തുവിടുന്നുണ്ട്. ഭയം, ഉത്കണ്ഠ, ദേഷ്യം, അസൂയ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ഫ്രീക്വൻസിയെ താഴേക്ക് വലിച്ചിടുന്നു.
അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും നല്ല കാര്യം നമുക്കെപ്പോഴും പുതിയൊരവസരം ലഭിക്കുന്നു എന്നതാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി മാറ്റാം. ഏത് വികാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സമൃദ്ധി, നന്ദി, ആത്മവിശ്വാസം എന്നീ വികാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രപഞ്ചവും അതേ ഭാഷയിൽ നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. പുസ്തകത്തിൽ ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത് ആകർഷണത്തിന്റെ യഥാർത്ഥ രഹസ്യം വിട്ടുകൊടുക്കലിലാണ്, ലെറ്റിംഗ് ഗോ എന്നാണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ അമിതമായി വാശി പിടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ ഓടുകയാണ്. നിങ്ങൾ ഓടുമ്പോൾ ഈ സാധനം എന്റെ കയ്യിലില്ല എന്ന സന്ദേശമാണ് പ്രപഞ്ചത്തിന് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ അത് വിട്ടുകൊടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഈ കാര്യം എനിക്കുള്ളതാണെങ്കിൽ അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഊർജം മാറുന്നു. വിട്ടുകൊടുക്കുക എന്നാൽ തോൽവി സമ്മതിക്കലല്ല, വിട്ടുകൊടുക്കുക എന്നാൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. സുഹൃത്തുക്കളെ, ഒന്ന് സങ്കൽപ്പിക്കൂ, നിങ്ങൾ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു വള്ളത്തിന്റെ കയറുണ്ട്. അത് ഒഴുകിപ്പോകുമെന്ന് പേടിച്ച് നിങ്ങൾ ആ കയറിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങൾ ആ കയർ വിട്ടാൽ മാത്രമേ വള്ളം കരയിലേക്ക് വരൂ. ഇതേ തത്വം ജീവിതത്തിലും ബാധകമാണ്. ആകർഷണം എന്നാൽ ശ്രമിക്കുന്നത് നിർത്തുക എന്നല്ല അർത്ഥം എന്ന് ജസ്റ്റിസ് ഒ മാൽക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് നിങ്ങളുടെ ശ്രമങ്ങളെ ഇല്ലായ്മയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും മാറ്റുക, പകരം വിശ്വാസവും നന്ദിയും കൊണ്ട് നിറയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. ശരിയായ വികാരത്തോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കായി വാതിലുകൾ താനേ തുറക്കപ്പെടും. സുഹൃത്തുക്കളെ, പിന്നാലെ പായരുത്, ആകർഷിക്കുക മാത്രം ചെയ്യുക എന്നത് വെറുമൊരു സാങ്കല്പിക ആശയമല്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യഥാർത്ഥ ലക്ഷ്യങ്ങളും നമ്മെ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കുന്ന സത്യമാണിത്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ആഴത്തിലുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട്. കാര്യങ്ങളെ ആകർഷിക്കണമെങ്കിൽ നമ്മുടെ ഊർജം മാറ്റാനുള്ള വഴി ഏതാണ്? അതിനു വല്ല വിദ്യയുമുണ്ടോ? നമ്മുടെ ഫ്രീക്വൻസി പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന വല്ല സാധനയുമുണ്ടോ? സുഹൃത്തുക്കളെ, ഇതിനുള്ള ഉത്തരം പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്തിലുണ്ട്. അതറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കാന്തമായി നിങ്ങൾക്ക് എങ്ങനെ മാറാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിൽ കാര്യങ്ങളുടെ പിന്നാലെ ഓടിയാൽ അവ അകന്നുപോകുമെന്നും നമ്മുടെ ചിന്തകളും വികാരങ്ങളും മാറ്റിയാൽ അവ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ചോദ്യമിതാണ്, ഈ ആകർഷണത്തെ ജീവിതത്തിൽ ഉണർത്താനും ജീവിക്കാനുമുള്ള യഥാർത്ഥ വഴി എന്താണ്? ഇത് വെറും ഭാഗ്യത്തിന്റെ കളിയാണോ? അതോ ഏതൊരു മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന ശാസ്ത്രമാണോ? ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത് ഇത് വെറും ഭാഗ്യപരീക്ഷണമല്ല എന്നാണ്. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കലയും ശാസ്ത്രവുമാണിത്. പക്ഷെ അതിനായി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കാരണം യഥാർത്ഥ ജാലവിദ്യ പുറത്തല്ല, ഉള്ളിലാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരു കൃഷിയിടമാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിൽ എന്ത് വിത്താണോ വിതയ്ക്കുന്നത് അതേ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഭയം, ഇല്ലായ്മ, സംശയം എന്നിവയുടെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ ജീവിതം നിങ്ങൾക്ക് അതേ ഫലങ്ങൾ തിരികെ തരും. എന്നാൽ വിശ്വാസം, നന്ദി, സ്നേഹം എന്നിവയുടെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ ജീവിതം നിങ്ങൾക്ക് അതും തിരികെ നൽകും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. വിത്ത് വിതച്ചതിനു ശേഷം നമ്മൾ കൂടെ മണ്ണ് മാന്തി നോക്കും. അല്ല, മുള വന്നില്ലേ? ചെടി വളർന്നില്ലേ? ഈ ക്ഷമയില്ലായ്മ നമ്മുടെ വിളവിനെ നശിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. ആകർഷണത്തിന്റെ ആദ്യ നിയമം ക്ഷമയും വിശ്വാസവുമാണെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഊർജത്തെ എങ്ങനെ മാറ്റാം എന്ന ചോദ്യം ഇവിടെ വരുന്നു. ജസ്റ്റിസ് ഒ മാൽക്കം ഏറ്റവും പ്രധാനപ്പെട്ട 3 സാധനകൾ പറഞ്ഞുതരുന്നു. ഞാനിത് പോയിന്റുകളായി പറയുന്നില്ല, മറിച്ച് ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഒന്നാമത്തെ രഹസ്യം, ഭാവന അഥവാ സങ്കൽപ്പിക്കൽ. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ സങ്കൽപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളൊരു നാരങ്ങ മുറിക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ നാരങ്ങാ നീര് നിങ്ങളുടെ വായിലേക്ക് വരുന്നതായി സങ്കൽപ്പിക്കുക. എന്ത് സംഭവിച്ചു? നിങ്ങളുടെ വായിൽ വെള്ളം നിറഞ്ഞു, അല്ലേ? എന്നാൽ സത്യത്തിൽ അവിടെ നാരങ്ങ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഭാവനയുടെ ശക്തി. ഒരു ചെറിയ പുളിയുള്ള നാരങ്ങയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ യഥാർത്ഥ അനുഭവം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾക്ക് എന്തുകൊണ്ടത് സാധിക്കില്ല? ഒരു സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നു. ശരീരവും മനസ്സും അത് സത്യമാണെന്ന് കരുതിയാൽ പ്രപഞ്ചവും ആ ഊർജത്തെ സത്യമായി കണ്ട് നിങ്ങളുടെ മുന്നിൽ അത് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. രണ്ടാമത്തെ രഹസ്യം, വികാരം. വികാരങ്ങൾ ചേരുമ്പോൾ മാത്രമേ ഭാവന പ്രവർത്തിക്കുകയുള്ളൂ. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ, അത് അനുഭവിക്കണം. ഉദാഹരണത്തിന്, ഞാൻ കോടീശ്വരനാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ പോക്കറ്റ് കാലിയാണല്ലോ എന്ന ഭയം ഉള്ളിലുണ്ടെങ്കിൽ ഈ ആകർഷണം പ്രവർത്തിക്കില്ല. എന്നാൽ അതേ ആഗ്രഹം സത്യത്തിൽ നടക്കുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജം പെട്ടെന്ന് മാറും. നിങ്ങളുടെ സ്വപ്നഭവനത്തിലൂടെ നിങ്ങൾ നടക്കുന്നതായി സങ്കൽപ്പിക്കുക. ചുമരുകളിൽ തൊടുന്നതായും ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നതായും
കുടുംബത്തോടൊപ്പം ചിരിക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇതെല്ലാം അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ വികാരങ്ങൾ മാറുകയുള്ളൂ. ആ വികാരങ്ങളാണ് കാന്തം പോലെ പ്രപഞ്ചത്തിന് സന്ദേശം നൽകുന്നത്. മൂന്നാമത്തെ രഹസ്യം നന്ദി അഥവാ കൃതജ്ഞത. സുഹൃത്തുക്കളെ, ഇതാണ് ഏറ്റവും ശക്തമായ സാധന. ചിന്തിക്കൂ, നിങ്ങൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു. അയാൾ നിങ്ങളോട് നന്ദി പറയുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അയാൾക്ക് വീണ്ടും സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നില്ലേ? തീർച്ചയായും. എന്നാൽ അയാൾ നിങ്ങളുടെ സമ്മാനത്തെ അവഗണിക്കുകയോ ഇത് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുകയോ ചെയ്താലോ? അടുത്ത തവണ നിങ്ങൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ലായിരിക്കാം. പ്രപഞ്ചവും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകും. എന്നാൽ എനിക്കിതില്ല അതില്ല എന്ന് പരാതിപ്പെടുകയാണെങ്കിൽ, ശരി, നിനക്ക് ഇല്ലായ്മയാണ് വേണ്ടതെങ്കിൽ ഞാൻ കൂടുതൽ ഇല്ലായ്മ തരാം എന്ന് പ്രപഞ്ചം പറയും. നന്ദി നമ്മെ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലെത്തിക്കുന്നു. നിങ്ങൾ സമൃദ്ധമായി അനുഭവിക്കുമ്പോൾ സമൃദ്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഈ 3 കാര്യങ്ങളും ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഒരു കാന്തമാക്കി മാറ്റുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നു, ഉള്ളിൽ നിന്ന് മാറാതെ വെറുതെ സാധനകൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. രോഹിത് എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു. തനിക്ക് വലിയ കാറുണ്ട്, നല്ല വീടുണ്ട് എന്ന് അയാൾ ദിവസവും സങ്കൽപ്പിക്കുമായിരുന്നു. പക്ഷേ കണ്ണു തുറന്നാൽ ഉടനെ അയാൾ പരാതി പറയാൻ തുടങ്ങും. എന്റെ വിധി മോശമാണ്, ആളുകൾ എന്നെക്കാൾ മുന്നിലാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അയാളുടെ സാധനഫലം കാണുമോ? ഇല്ല. കാരണം അയാളുടെ ചിന്തകളും വികാരങ്ങളും തമ്മിൽ യോജിപ്പില്ലായിരുന്നു. ആകർഷണ നിയമം പ്രവർത്തിക്കുന്നില്ല എന്ന് ഭൂരിഭാഗം ആളുകളും പറയാൻ കാരണം ഇതാണ്. സത്യത്തിൽ നിയമം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: ജീവിതത്തിൽ ഓടുന്നത് നിർത്തുക. പകരം ഉള്ളിലെ ഊർജം മാറ്റാൻ തുടങ്ങുക. ചിന്തയും വികാരവും ഊർജവും ഒന്നാക്കുമ്പോഴാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. ഇനി ചോദ്യമിതാണ്: ഒരാൾ ശരിക്കും തന്റെ ഊർജം മാറ്റിയാൽ അയാളുടെ ജീവിതം എങ്ങനെയാകും? എല്ലാം താനേ ലഭിക്കാൻ തുടങ്ങുമോ? അതോ അവിടെയും വെല്ലുവിളികൾ ഉണ്ടാകുമോ? ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത്, ആകർഷണം എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. പ്രശ്നങ്ങൾ വരും. പക്ഷേ ഒരേയൊരു വ്യത്യാസം, ആ പ്രശ്നങ്ങളെ നിങ്ങൾ ആകർഷണത്തിന്റെ കണ്ണിലൂടെ കാണും എന്നതാണ്. അതായത് ഓരോ ബുദ്ധിമുട്ടും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഒരു മല കയറുകയാണെന്ന് സങ്കൽപ്പിക്കുക. വഴിയിൽ കല്ലുകളുണ്ടാകും, മുള്ളുകൾ കൊണ്ടേക്കാം. പക്ഷേ ഓരോ ചുവടും നിങ്ങളെ മുകളിലേക്കെത്തിക്കുകയാണ്. ഓരോ കല്ലിലും തട്ടി നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം യാത്രയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിൽക്കില്ല. ആകർഷണം എന്നാൽ വഴി മാറും എന്നല്ല അർത്ഥം. ഏതു വഴിയും ജയിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എന്നാണ് അർത്ഥം. സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിനൊപ്പം നമുക്കെങ്ങനെ താളം പിടിക്കാം എന്ന് പുസ്തകം പഠിപ്പിക്കുന്നത് ഇവിടെയാണ്. ഒരു സംഗീതത്തിനൊത്ത് താളം പിടിച്ച് നടക്കുന്നത് പോലെയാണിത്. നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തിന്റെ താളവുമായി ചേരുമ്പോൾ ഓരോ ചുവടും താനേ ശരിയായ സ്ഥലത്ത് പതിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു രഹസ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ജസ്റ്റിസ് ഒ മാൽക്കം അടുത്ത ഭാഗത്തിൽ അത് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാകുമ്പോഴാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ ശക്തി തുറക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതായത് സുഖിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആകർഷണം പരിമിതമായിരിക്കും. എന്നാൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്കും സന്തോഷം ലഭിക്കുമെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചം വീശുമെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഇരട്ടിയായി നൽകും. സുഹൃത്തുക്കളെ, ഇതാണ് ആകർഷണത്തിന്റെ രഹസ്യസൂത്രം. സ്വന്തം ആവശ്യത്തിന് ചോദിക്കുക, പക്ഷേ എല്ലാവർക്കും വേണ്ടി ജീവിക്കുക. എന്നാൽ കഥ ഇവിടെ നിൽക്കുന്നില്ല. യഥാർത്ഥ കളി ഇനിയാണ് വരുന്നത്. കാരണം അടുത്ത ഭാഗത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഈ ആകർഷണം വെറും സാധനങ്ങളിലും പണത്തിലും ഒതുങ്ങുന്നില്ല എന്നാണ്. ഇത് നമ്മുടെ ആത്മാവിലേക്കും ബന്ധങ്ങളിലേക്കും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ആകർഷണ നിയമം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജത്തെയും മാറ്റി നമ്മുടെ ജീവിതത്തെ ഒരു കാന്തമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ ശക്തി പണത്തിനോ പ്രശസ്തിക്കോ ജോലിക്കോ വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. ജസ്റ്റിസ് ഒ മാൽക്കം പറയുന്നത്, ആകർഷണത്തിന്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ബന്ധങ്ങളിലും ആത്മീയ സന്തുലിതാവസ്ഥയിലും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചില ആളുകൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും എല്ലാം മാറ്റിമറിക്കുകയും ചെയ്തതായി നിങ്ങൾക്ക് എത്ര തവണ തോന്നിയിട്ടുണ്ട്? വിധി അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നതുപോലെ തോന്നും. അത് സത്യമാണ്. നിങ്ങളുടെ ഊർജത്തെ ശരിയായ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിയായ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മാൽക്കം പറയുന്നു. എന്നാൽ ഈ ആകർഷണം 2 തരത്തിൽ പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ അത് നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നിങ്ങളെ മാറ്റാൻ അത്യാവശ്യമുള്ള ആളുകളെ അത് നിങ്ങൾക്ക് തരും. പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു ഉദാഹരണമുണ്ട്. സാറ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു.
തന്റെ ജീവിതം അപൂർണമാണെന്ന് അവൾക്ക് എപ്പോഴും തോന്നുമായിരുന്നു. തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, തന്റെ ജീവിതം പൂർണ്ണമാക്കുന്ന ഒരാളെ ലഭിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഓരോ തവണയും അവൾ തെറ്റായ ബന്ധങ്ങളിൽ ചെന്നുപെട്ടു. ഓരോ തവണയും തകർന്നുപോയ അവൾ പ്രപഞ്ചം തനിക്കെതിരാണെന്ന് കരുതി. പിന്നീട് അവൾ ആകർഷണ നിയമം മനസ്സിലാക്കാൻ തുടങ്ങി. താൻ തന്റെ ഉള്ളിൽ ഒരു കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് സാവധാനം മനസ്സിലായി. അവൾ തന്നെ അപൂർണയായി കണ്ടു. പ്രപഞ്ചത്തിന് നൽകിയതും അതേ സന്ദേശമായിരുന്നു. അതുകൊണ്ട് ആ കുറവിനെ വീണ്ടും വലുതാക്കുന്ന ആളുകൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. തന്റെ ഉള്ളിൽ സ്നേഹവും ആത്മസ്വീകാര്യതയും വളർത്താൻ തുടങ്ങിയപ്പോൾ, അതായത് തന്നെ സ്നേഹിക്കാൻ പഠിച്ചപ്പോൾ, തന്നെ അപൂർണയായി കാണാതെ പൂർണ്ണയായി കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഊർജ്ജം മാറി. അപ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ അവൾക്ക് അനുയോജ്യനായ വ്യക്തി കടന്നുവന്നത്. സുഹൃത്തുക്കളെ, ബന്ധങ്ങളിൽ പോലും പിന്നാലെ ഓടുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഒരാളെ നേടാൻ നമ്മൾ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അവർ അകന്നുപോകും. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമാക്കുമ്പോൾ ശരിയായ വ്യക്തി താനേ നമ്മളിലേക്ക് വരും. ജസ്റ്റിസ് ഒ മാൽക്കം ഇവിടെ മറ്റൊരു വലിയ കാര്യം പറയുന്നു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെയോ സാധനത്തെയോ നമുക്ക് ലഭിക്കാത്തത് അത് നമുക്ക് വേണ്ടി ഉള്ളതല്ലാത്തതുകൊണ്ടാണ്. ആകർഷണ നിയമം നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല തരുന്നത്, നമുക്ക് ശരിയായത് എന്താണോ അതാണ് തരുന്നത്. നിങ്ങൾ ഒരു വാതിൽ ബലമായി തുറക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ തള്ളുന്നു, വലിക്കുന്നു, പക്ഷേ വാതിൽ തുറക്കുന്നില്ല. വിധി എനിക്കെതിരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ സത്യമെന്തെന്നാൽ ആ വാതിൽ നിങ്ങൾക്കുള്ളതായിരുന്നില്ല. കുറച്ച് ക്ഷമയോടെ ചുറ്റും നോക്കൂ. ചിലപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾക്കായി മാത്രം നേരത്തെ തുറന്നുവെച്ച മറ്റൊരു വാതിലുണ്ടാകും. നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണമാണെന്ന് മാൽക്കം പറയുന്നു. കാരണം ആ കാര്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നമ്മെ വേദനിപ്പിച്ചേനെ. ആകർഷണം എന്നത് നേടുന്നതിനെക്കുറിച്ച് മാത്രമല്ല, വിട്ടുകളയുന്നതിനെക്കുറിച്ച് കൂടിയാണെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടേതല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാൻ നമ്മൾ പഠിക്കണം. നമ്മൾ വിട്ടുകളയുമ്പോൾ നമ്മുടെ ഊർജ്ജത്തെ നമ്മൾ വൃത്തിയാക്കുകയാണ്. ഊർജ്ജം വൃത്തിയാകുമ്പോഴാണ് ശരിയായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, മറ്റൊരു കഥ കൂടി കേൾക്കൂ. സമീർ എന്നൊരു പയ്യനുണ്ടായിരുന്നു. ഒരു പ്രത്യേക ജോലി കിട്ടുക എന്നതായിരുന്നു അവന്റെ എക്കാലത്തെയും വലിയ സ്വപ്നം. അവൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ടു, തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷെ ഓരോ തവണയും ആ ജോലി അവന് നഷ്ടപ്പെട്ടു. അവൻ തകർന്നുപോയി, നിരാശനായി. എങ്കിലും എവിടെയോ അവൻ വിശ്വാസം കാത്തുസൂക്ഷിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ജോലിയേക്കാൾ വലിയൊരവസരം അവനെ തേടിയെത്തി. ആദ്യത്തെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ പുതിയ അവസരം താൻ ഒരിക്കലും കാണില്ലായിരുന്നുവെന്ന് അവൻ അപ്പോൾ മനസ്സിലായി. ഇതാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ അത്ഭുതമെന്ന് മാൽക്കം പറയുന്നു. നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് തരുന്നു. ആ സമയത്ത് നമുക്കത് മനസ്സിലായില്ലെങ്കിൽ കൂടി. ഇവിടെ മറ്റൊരു വലിയ ചോദ്യം വരുന്നു. നമുക്ക് ആവശ്യമുള്ളതാണ് ആകർഷണം നൽകുന്നതെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നിർത്തണോ? വേണ്ട. സ്വപ്നം കാണേണ്ടത് അത്യാവശ്യമാണെന്ന് ജസ്റ്റിസ് മാൽക്കം പറയുന്നു. സ്വപ്നങ്ങൾ നമ്മുടെ ആത്മാവിന്റെ ഭാഷയാണ്. പക്ഷെ നമ്മുടെ ആത്മാവിനേക്കാൾ ബുദ്ധി പ്രപഞ്ചത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ശരിക്കും അനുയോജ്യമായത് എന്താണോ അത് പ്രപഞ്ചം നമുക്ക് നൽകും. അതുകൊണ്ട് ആകർഷണത്തിന്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്: സ്വപ്നം കാണുക, പക്ഷേ വാശി പിടിക്കരുത്. വിശ്വാസമർപ്പിക്കുക. സുഹൃത്തുക്കളെ, പുസ്തകം ഇവിടെ നമ്മെ ആത്മാവിന്റെ ആഴങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കാണാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ആകർഷണം തുടങ്ങുന്നതെന്ന് അത് പറയുന്നു. സുഖിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആകർഷണം പരിമിതമായിരിക്കും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്, ലോകത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാൻ വേണ്ടിയാണ് നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. മാൽക്കം ഒരിടത്തെഴുതുന്നു, ആകർഷണമെന്നത് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ കൂടുതൽ വലിയ വ്യക്തിയാകുന്നതിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ആകർഷണം നമുക്ക് പണമോ ബന്ധങ്ങളോ മാത്രമല്ല നൽകുന്നതെന്നും നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇതെല്ലാം വെറുമൊരു ആത്മീയ ദർശനമാണോ, അതോ ശാസ്ത്രവും ഇത് തെളിയിക്കുന്നുണ്ടോ? പുസ്തകത്തിന്റെ അടുത്ത ഭാഗം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നു. ഇതൊരു രഹസ്യമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ശാസ്ത്രമാണെന്ന് അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. സുഹൃത്തുക്കളെ, ഇതുവരെയുള്ള യാത്രയിൽ ആകർഷണ നിയമം നമ്മെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബന്ധങ്ങളെ മാറ്റുന്നുവെന്നും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്ന ഒരു ബിന്ദുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇതെല്ലാം വെറുമൊരു ആത്മീയ ചിന്തയാണോ, അതോ ശാസ്ത്രവും ഇത് സത്യമാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? മാൽക്കം പറയുന്നത് പ്രപഞ്ചം ഊർജം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. ഓരോ വസ്തുവും, ഓരോ മനുഷ്യനും, ഓരോ ചിന്തയും എല്ലാം ഊർജത്തിന്റെ ഓരോ രൂപമാണ്. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ക്വാണ്ടം ഫിസിക്സ് തെളിയിച്ചിട്ടുണ്ട്.
നമ്മുടെ ചിന്തകളും ഊർജ്ജമാണ്. ഈ ചിന്തകൾ ഒരു പ്രത്യേക തരംഗം അഥവാ ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ തരംഗത്തെ നമ്മൾ ആ കാര്യവുമായി യോജിപ്പിക്കുന്നു. റേഡിയോയുടെ ഉദാഹരണമെടുക്കാം. റേഡിയോയിലൊരു പ്രത്യേക ചാനൽ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ ചാനലിന്റെ ഫ്രീക്വൻസിയിലേക്ക് സെറ്റ് ചെയ്യണം. നിങ്ങൾ തെറ്റായ ഫ്രീക്വൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങളുടെ ചിന്തകളെ ഏതെങ്കിലും പ്രത്യേക സ്വപ്നത്തിന്റെയോ ലക്ഷ്യത്തിന്റെയോ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ മറ്റൊരു രഹസ്യമുണ്ട്. ചിന്തിക്കുക എന്നാൽ വെറുതെ ചിന്തിക്കുക എന്നല്ല അർത്ഥമെന്ന് മാൽക്കം പറയുന്നു. എനിക്ക് പണക്കാരനാകണം എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അത് നടക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ വികാരമാണ് യഥാർത്ഥ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നത്. പണക്കാരനാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും താൻ ഒരിക്കലും പണക്കാരനാകില്ല എന്ന് ഉള്ളിൽ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ തരംഗം ഭയത്തിൻ്റേതാണ്. പ്രപഞ്ചം ആ ഭയം തന്നെ നിങ്ങൾക്ക് തിരികെ നൽകും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും യോജിപ്പിക്കണമെന്ന് പുസ്തകം പറയുന്നു. അതായത് ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും ഒന്നായിരിക്കണം. നിങ്ങൾക്ക് ഒരു സ്വപ്നഭവനം വേണമെങ്കിൽ വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ. ആ വീട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അനുഭവിക്കണം. ആ വീടിന്റെ ഗന്ധം, ആ വീടിന്റെ അനുഭവം, ആ വീടിന്റെ ചുമരുകളുടെ ഊഷ്മളത എന്നിവ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി മാറുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പ്രപഞ്ചം നിർബന്ധിതരാകും. സുഹൃത്തുക്കളെ, ആകർഷണ നിയമം ഒരു മാന്ത്രിക വടി പോലെയല്ല എന്ന് മാൽക്കം പറയുന്നു. ഇത് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കുന്ന ഒരു വിദ്യയല്ല. ഇത് സാവധാനമാണ് പ്രവർത്തിക്കുന്നത്. വിത്ത് വിതച്ചാൽ മരം വളരുന്നത് പോലെ. നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വെയിൽ കൊള്ളിക്കുന്നു, സമയം വരുമ്പോൾ ആ വിത്ത് മുളയ്ക്കുന്നു. അതുപോലെ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരിയായ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിത്ത് വിതച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രപഞ്ചം ആ വിത്തിനെ പരിപാലിക്കുന്നു. സമയം വരുമ്പോൾ ആ മുള ഒരു യാഥാർത്ഥ്യമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കും. ഈ പുസ്തകം നമുക്ക് ക്ഷമയുടെ പാഠം നൽകുന്നു. ക്ഷമയില്ലായ്മയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് മാൽക്കം പറയുന്നു. ആകർഷണത്തെക്കുറിച്ച് ചിന്തിച്ച ഉടനെ എല്ലാം മാറണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന് അതിൻ്റേതായ സമയമുണ്ട്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. എന്നാൽ നിങ്ങൾക്ക് ക്ഷമ നശിക്കുകയും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്താൽ മുളയ്ക്കുന്നതിനു മുമ്പേ നിങ്ങൾ ആ വിത്മാന്തി പുറത്തിടുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ആകർഷണ നിയമം വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, ഇത് ഓരോ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ബാധകമാണെന്ന് മാൽക്കം പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ദിവസം നന്നായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം മികച്ചതായിരിക്കും എന്ന് ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് വരുന്നു. ദിവസം മുഴുവൻ നല്ല അവസരങ്ങളും നല്ല ആളുകളും നിങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങും. നേരെ മറിച്ച് ഇന്നെല്ലാം മോശമായിരിക്കും എന്ന് രാവിലെ തന്നെ ചിന്തിച്ചു തുടങ്ങിയാൽ പ്രപഞ്ചം ആ തരംഗം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഓരോ ദിവസവും നന്ദിയോടെ തുടങ്ങണമെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി പോസിറ്റീവാകുന്നു. ആ പോസിറ്റിവിറ്റിയിലൂടെ നിങ്ങളുടെ ദിവസത്തിൽ നല്ല അവസരങ്ങൾ വരുന്നു. പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ മാൽക്കം വളരെ ശക്തമായൊരു മന്ത്രം നൽകുന്നു. പിന്നാലെ പായുന്നത് നിർത്തുക, ആകർഷിക്കാൻ പാകത്തിന് യോഗ്യനായി മാറുക. നിങ്ങളുടേതായതെല്ലാം ആകർഷിക്കുക, അതായത് ഓട്ടം നിർത്തുക. സ്വയം മാറാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടേതായതെല്ലാം താനേ നടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണാം. സുഹൃത്തുക്കളെ, ഈ പുസ്തകം നമ്മെ ഒരു നിയമം മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ജീവിതം ജീവിക്കാനുള്ള പുതിയൊരു വഴിയാണ് കാണിച്ചു തരുന്നത്. ഓടുന്നതും പായുന്നതും പിടിച്ചുപറിക്കുന്നതും ആവശ്യമില്ലെന്ന് ഇത് നമ്മോട് പറയുന്നു. ശരിയായ കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഊർജം നമ്മുടെ ഉള്ളിൽ ഉണർത്തുകയാണ് വേണ്ടത്. ഇതാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഇന്നു മുതൽ നിങ്ങൾ ഈ നിയമം പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ഓടുന്നതുകൊണ്ട് ഒന്നും ലഭിച്ചില്ലെന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. എന്നാൽ ആകർഷണം കൊണ്ട് എല്ലാം ലഭിക്കും. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഡോണ്ട് ചേസ്, ഓൺലി അട്രാക്ട്. ജസ്റ്റിസ് ഒ മാൽക്കമിന്റെ 5ാമത്തെയും അവസാനത്തെയും ഭാഗം. നിങ്ങൾക്ക് ഈ ഓഡിയോ ബുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ജീവിതം മാറ്റിമറിക്കുന്ന കൂടുതൽ പുസ്തകങ്ങളുടെ സാരം ഞങ്ങൾ നിങ്ങൾക്കായി ഇനിയും കൊണ്ടുവരുന്നതാണ്.